കൂജയൻ വേണും ശ്യാമളോയം കുമാരക. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 3 ശുകദേവൻ പരീക്ഷിത്തിനോട് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നാൽ ആ ജീവൻ ഭഗവാനിൽ അകമഴിഞ്ഞ ഭക്തി കൈക്കൊള്ളണം എന്ന് ഉപദേശിക്കുന്നു. തുടർന്ന് അർദ്ധകാമികളും മോക്ഷകാമികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു. അർദ്ധകാമികൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ ദേവതകളെ പൂജിക്കുമ്പോൾ മോക്ഷകാമികൾ ഹൃദയം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം പൂജിക്കുന്നു. ഭഗവാനിൽ ഭക്തി കൈക്കൊള്ളാത്ത ഒരു മനുഷ്യൻ്റെ ശരീരം ഭൂമിയിൽ ഒരു ഭാരം മാത്രമാണെന്നാണ് ഭക്തന്മാരുടെ അഭിപ്രായം. ഈ അവസരത്തിൽ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കൽ കാട്ടിലൂടെ ഒരു തള്ളപ്പുലിയും അതിൻ്റെ മകനായ കുട്ടിപ്പുലിയും നടന്നു വരികയാണ്. അവർ വരുന്ന വഴിക്ക് ഒരു മനുഷ്യ ശരീരം കിടക്കുന്നത് കണ്ടു. നല്ല മാംസളമായ ആ ശരീരം കണ്ടപ്പോൾ പാവം കുട്ടിപ്പുലിക്ക് അതിൽ ഇത്തിരി കഴിക്കണമെന്ന ആഗ്രഹം തോന്നി. ആ ആഗ്രഹം അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ ആ തള്ളപ്പുലി ആ കുട്ടിയോട് പറയുകയാണ്, ഇവൻ്റെ ഈ ശരീരം കണ്ണുകൊണ്ട് കാണുന്നത് പോലും പാപമാണ്. കാരണം ഇന്നുവരെ അവൻ ജീവിച്ചത് അധാർമികമായ പ്രവൃത്തിയിലൂടെയായിരുന്നു. ആ കുടവയർ കണ്ടിട്ട് ആ അമ്മ മകനോട് പറയുന്നു, അന്യായാർജിത വിത്തപൂർണമുദരം, അന്യായമായി ആർജിച്ച ധനം കൊണ്ട് വീർക്കപ്പെട്ട ഒരു വയറാണത്. അതുകൊണ്ട് തൊട്ടുകൂടാ, അതിനെ നോക്കുക പോലും ചെയ്യരുത്. മനുഷ്യനായി ഭൂമിയിൽ ജന്മം കിട്ടിയാൽ ആ ജന്മം ഈശ്വര സാക്ഷാത്കാരത്തിനായി ഉപയോഗിക്കണമെന്നർത്ഥം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അധ്യായം 4. സൂതൻ ശൗനകാദികളോട് വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്. അല്ലയോ മുനിമാരെ, ശുകദേവൻ്റെ വാക്കുകൾ കേട്ട് ആത്മജ്ഞാനം നേടിയ ഉത്തരേയനായ പരീക്ഷിത്ത് ഭഗവാനിൽ പൂർണ്ണമായും മനസ്സുറപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സകല ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അദ്ദേഹം വിമുക്തനായി. പുത്രരിലും പത്നിയിലും കൊട്ടാരത്തിലും കുടുംബത്തിലും കുതിരകളും ആനകളും അടങ്ങുന്ന തൻ്റെ പ്രിയ മൃഗങ്ങളിലും, എന്തിനു പറയാൻ ഈ സ്വന്തം ശരീരത്തിൽ പോലുമുള്ള ആത്യന്തികമായ ആസക്തി ഇല്ലാതായി. മഹാനായ പരീക്ഷിത്ത് കൃഷ്ണാനുവർത്തിയായി അങ്ങനെ സകല ഭൗതിക ധർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാൻ വാസുദേവനിൽ അഭയം പ്രാപിച്ചു. സൂതൻ പറയുന്നു, അല്ലയോ മുനിമാരെ, നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചറിയുന്നത് പോലെ പരീക്ഷിത്ത് രാജാവ് ശ്രീശുകനോട് വീണ്ടും വീണ്ടും അധ്യാത്മവിദ്യയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഹേ ബ്രാഹ്മണ, അങ്ങ് സർവജ്ഞനും അനഘനുമായ ദിവ്യപുരുഷനാണ്. അവിടുന്ന് അരുളി ചെയ്ത ഹരിയുടെ മഹിമകൾ കേട്ട് എന്നിലെ അന്ധകാരം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നു. ഭഗവാൻ ശ്രീഹരി ഈ അത്ഭുത ജഗത്തിനെ എങ്ങനെ സൃഷ്ടിച്ചുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ദേവന്മാർക്ക് പോലും ഗ്രാഹ്യമല്ലാത്ത വിഷയമാണ്. മാത്രമല്ല, ഭഗവാൻ തൻ്റെ ശക്തിയാൽ ഈ പ്രപഞ്ചത്തെ ഏത് വിധം പരിപാലിക്കുന്നുവെന്നും ഒടുവിൽ എങ്ങനെ അതിനെ സംഹരിക്കുന്നുവെന്നുമുള്ള അവൻ്റെ സകല ലീലകളും എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. ആ ജഗദീശ്വരൻ്റെ ദുർവിഭാവ്യമായ ഈ അധ്യാത്മലീലകൾ പരമമായ അദ്ഭുതം തന്നെ. ജ്ഞാനികൾ പോലും ഇതിനു നേരെ വിസ്മയഭരിതരായി നിൽക്കുകയാണ്. യുഗങ്ങൾ തോറും നിരവധി അവതാരങ്ങളെടുത്ത് പ്രവർത്തിക്കുന്നത് എല്ലാം ആ പരമപുരുഷൻ തന്നെയാണ്. ഇനി പ്രകൃതിയുടെ ഗുണങ്ങൾക്കൊത്ത് വർത്തിക്കുമ്പോഴും അവിടെയും മായാശക്തിയായി നിലകൊള്ളുന്നതും ആ പരമാത്മാവ് തന്നെ. അതുകൊണ്ട് ഭാഗവതോത്തമനും മഹാപണ്ഡിതനുമായ അങ്ങ് എനിക്കുണ്ടായ
ഈ സംശയങ്ങളെല്ലാം തീർത്ത് എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പരീക്ഷിത്ത് ശുകദേവനോട് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പറയാൻ അപേക്ഷിച്ചത് കാരണം ശുകദേവൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പരീക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭഗവാനെ തന്നെ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീശുകൻ പറഞ്ഞു, പരമപുരുഷന് എൻ്റെ നമസ്കാരം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്നു. അനുപലക്ഷ്യമായി അവൻ സർവഭൂതങ്ങളിലും സർവസ്വമായി കുടികൊള്ളുന്നു. ധാർമ്മികരായ യദുവംശത്തിൻ്റെ ബന്ധുവും കുയോഗികൾക്ക് അപ്രാപ്യവുമായ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അതുല്യനായി അതിശയനായി സർവൈശ്വര്യങ്ങളോടെ സ്വധാമത്തിൽ പരബ്രഹ്മമായി രമിക്കുന്ന ആ ഭഗവാന് എൻ്റെ നമോവാകം. ഏതൊരു ഭഗവാന്റെ കീർത്തനം കൊണ്ടും സ്മരണം കൊണ്ടും ദർശനം കൊണ്ടും വന്ദനം കൊണ്ടും ശ്രവണം കൊണ്ടും അർഹണം കൊണ്ടും ലോകത്തിൻ്റെ സകല കൽമഷങ്ങളും അകന്ന് പവിത്രമാകുമോ, ആ സുഭദ്രശ്രവസായ ഭഗവാന് എൻ്റെ നമസ്കാരം. ഏതൊരു ഭഗവാന്റെ ചരണോപാസന കൊണ്ട് ഭവത്തും ഭവ്യവുമായ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കി അന്തരാത്മാവിനെ ഒരു തടസ്സവും കൂടാതെ ബ്രഹ്മഗതിയിലേക്ക് നയിക്കുന്നുവോ, സുഭദ്രശ്രവസായ ആ ഭഗവാന് പിന്നെയും പിന്നെയും എൻ്റെ നമസ്കാരം. തപസ്വികളായുള്ളവർക്കും ദാനതൽപരരായുള്ളവർക്കും യശസ്വിനികൾക്കും മനസ്വിനികൾക്കും മന്ത്രവിദുക്കൾക്കും സുമംഗളന്മാർക്കും പോലും തങ്ങളുടെ ക്ഷേമം ഏതൊരു ഭഗവാനിലേക്കുള്ള അർപ്പണം കൊണ്ടല്ലാതെ നേടാൻ സാധ്യമല്ലയോ. പുണ്യശ്രവസായ ആ നാരായണന് വീണ്ടും വീണ്ടും എൻ്റെ വന്ദനം. കിരാതൻ, ഹൂണൻ, ആന്ധ്രൻ, പുലിന്ദൻ, പുൽക്കശൻ, ആഭീരൻ, ശുംഭൻ, യവനൻ തുടങ്ങിയ മഹാപാപികൾക്ക് പോലും ഭഗവത് ദാസന്മാരുടെ ചരണാശ്രിതരായി ജ്ഞാനം നേടി പരമഗതിയെ പ്രാപിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിന് എൻ്റെ പ്രണാമം. വേദരൂപനും ധർമ്മരൂപനും തപോമയനുമായ ഭഗവാൻ ഹരി ആത്മജ്ഞാനികളുടെ അന്തരാത്മാവും ഈശ്വരനുമാണ്. ചതുർമുഖനും ചന്ദ്രശേഖരനും പോലും ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന ആ പരമാത്മാവ് എന്നിൽ കനിയുമാറാകണം. സ്വാത്തതാംപതിയും ശ്രീപതിയും യജ്ഞപതിയും ധരാപതിയും പരമഗതിയെ പ്രദാനം ചെയ്യുന്നവനും അന്ധകൻ വൃഷ്ണി മുതലായവരുടെ പരിരക്ഷകനുമായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കുമാറാകണം. മഹാത്മാക്കളുടെ പാതയെ പിന്തുടർന്ന് ആ മുകുന്ദനെ ധ്യാനിക്കുന്നതോടെ അവൻ നമുക്ക് പ്രാപ്തമാകുന്നു. ജ്ഞാനികൾ അവരവരുടെ അറിവിനൊത്തു വാഴ്ത്തുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അവൻ എന്നിൽ കനിയുമാറാകട്ടെ. പണ്ട് സൃഷ്ടിക്ക് മുമ്പ് തന്നെക്കുറിച്ചും സർഗത്തെക്കുറിച്ചും ബ്രഹ്മദേവന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടന്ന സ്മൃതികളെ തട്ടിയുണർത്തി ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞു. അഖില ഋഷിവൃന്ദങ്ങൾക്കും ഗുരുവായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കുമാറാകണം. പ്രപഞ്ചത്തിൽ പഞ്ചഭൂതാത്മകമായ സകലത്തിലും കുടികൊള്ളുന്നവനും പരമപുരുഷനായിരിക്കെ സകലതിനെയും പ്രകൃതിയുടെ ഗുണങ്ങൾ കടിപ്പെടുത്തുന്നവനുമായ ആ ഭഗവാൻ എൻ്റെ വാക്കുകൾക്ക് അലങ്കാരമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരുടെ തിരുമുഖത്തു നിന്നൊഴുകുന്ന അമൃതമാണോ തൻ്റെ ശിഷ്യഗണങ്ങൾ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നത്, വാസുദേവാംശമായ ആ വ്യാസദേവന് എൻ്റെ നമസ്കാരം. ഹേ രാജൻ, ഏതുവിധം ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ അധ്യാത്മദീപം കൊളുത്തിയോ, അതേവിധം വിധാതാവ് തൻ്റെ മാനസപുത്രനായ ശ്രീനാരദൻ്റെ ആവശ്യപ്രകാരം ആ മഹാഋഷിയുടെ ഹൃദയത്തിലും ഈ ദീപം തുടർന്ന് തെളിയിച്ചു. സുഹൃത്തുക്കളെ, ശ്രീശുകൻ ഭഗവാനെ സ്മരിക്കുന്ന ഈ പ്രതിപാദ്യത്തോടുകൂടി ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 4-ാം അധ്യായം ഇങ്ങനെ സമാപിക്കുന്നു. ഹരി ഓം.